വ്യാവസായിക പരിശീലന വകുപ്പ് അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഫെബ്രുവരി 2025 വിജ്ഞാപനമായി 2020 മുതൽ 2023 വരെയുള്ള കാലയളവിൽ പ്രവേശനം നേടിയ 1 വർഷ, 1-ാം വർഷ, 2 വർഷ ട്രേഡുകളിലും 6 മാസ ട്രേഡുകളിലും റെഗുലർ പരീക്ഷ എഴുതി തോറ്റ പ്രൈവറ്റ് ട്രെയിനികൾ ഉൾപ്പെടെയാണ് ട്രെയിനികളിൽ നിന്നും സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇനിയും റെഗുലർ പരീക്ഷ എഴുതി പരാജയപ്പെട്ട ട്രെയിനികൾക്ക് ഒരു വിഷയത്തിനോ ഒന്നിലധികം വിഷയങ്ങൾക്കോ ഉള്ള ഫീസ് 170 രൂപയാണ്. റെഗുലർ പരീക്ഷ എഴുതി പരാജയപ്പെട്ട പ്രൈവറ്റ് ട്രെയിനികൾക്ക് ഒരു വിഷയത്തിനോ ഒന്നിലധികം വിഷയങ്ങൾക്കോ 1105 രൂപയാണ്. റെഗുലർ പരീക്ഷ എഴുതി പരാജയപ്പെട്ട ട്രെയിനികൾ, റെഗുലർ പരീക്ഷ എഴുതി പരാജയപ്പെട്ട പ്രൈവറ്റ് ട്രെയിനികൾ എന്നിവർക്ക് CBT ഫീസ് ഇത് സംബന്ധിച്ച അറിയിപ്പ് DGTയിൽ നിന്നും ലഭ്യമാകുന്ന മുറയ്ക്ക് ITകളെ അറിയിക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 2019-2021 സെഷനിൽ പ്രവേശനം നേടിയ 2 വർഷ ട്രേഡുകളിലും 2-ാം വർഷ ട്രെയിനികൾക്കും 2020 മുതൽ 2023 വരെയുള്ള കാലയളവിൽ പ്രവേശനം നേടി 1 വർഷം, 1-ാം വർഷ, 2 വർഷ, 6 മാസ ട്രേഡുകളിൽ റെഗുലർ പരീക്ഷ എഴുതി തോറ്റ പ്രൈവറ്റ് ട്രെയിനികൾക്കും ഉൾപ്പെടെ ഉള്ള ട്രെയിനികൾക്ക് അപേക്ഷിക്കാം. CBT പരീക്ഷയുടെ വിശദമായ സമയപട്ടിക DGTയിൽ നിന്നും ലഭ്യമാകുന്ന മുറയ്ക്ക് ITകളെ അറിയിക്കുന്നതെന്ന് പറയുന്നത്. ഇനി അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ നോക്കാം. അപേക്ഷകർ പ്രാക്ടിക്കൽ ഫീസും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയും പരിശീലനം നേടിയ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. മുൻ പരീക്ഷയ്ക്ക് ലഭിച്ച ഹാൾ ടിക്കറ്റ് പകർപ്പ്, പോർട്ടലിൽ നിന്ന് ലഭിച്ച മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. ഒരിക്കൽ അടച്ച പരീക്ഷാ ഫീസ് യാതൊരു കാരണവശാലും മടക്കി നൽകുകയോ വേറെ ഏതെങ്കിലും രീതിയിൽ ക്രമീകരിക്കുകയോ ചെയ്യുന്നതല്ല. പ്രൈവറ്റ് ട്രെയിനികൾ അവരവർ പ്രവേശനം നേടിയ സർക്കാർ ITകളിലേക്ക് ആണ് അപേക്ഷയും അനുബന്ധ രേഖകളും സമർപ്പിക്കേണ്ടത്. മെഷീനുകളിൽ പ്രായോഗിക പരീക്ഷ ചെയ്യേണ്ടവർ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മുമ്പായി 110 രൂപ ജാമ്യ നിക്ഷേപ തുകയായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാരെ ഏൽപ്പിക്കേണ്ടതും ടെസ്റ്റിന് ശേഷം ബാധ്യതകളൊന്നുമില്ലാത്ത പക്ഷം അത് തിരികെ നൽകുന്നതുമാണ്. ഇതിൽ നമുക്ക് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 6 ആണ്. ഫെബ്രുവരി 6 മുമ്പായിട്ട് ഫീസ് അടച്ച് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ITകളിൽ ചെന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമും അനുബന്ധ രേഖകളും സമർപ്പിക്കേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം.